Hello guys and welcome back to Best Car Picks. കുറച്ച് കാലമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ടൊയോട്ടയെ ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു, ഡൈഹാറ്റ്സോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാനതിൽ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം നമുക്ക് ഇന്ത്യയിൽ ഡൈഹാറ്റ്സോ എന്ന് പറയുന്ന ബ്രാൻഡ് ടൊയോട്ട ഓഫർ ചെയ്യുന്നില്ല. ഈവൻ ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടിയിൽ ടൊയോട്ട എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെയാണ് അവർ വിൽക്കുന്നത്, അല്ലാണ്ട് ഒരു സബ് ബ്രാൻഡ് പോലും തുടങ്ങി അവർ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു രീതി നോക്കിയാൽ നന്നായി, കാരണം നിസാൻ ഡാറ്റ്സൺ കൊണ്ടുവന്നിട്ട് അത്ര വലിയ സക്സസ്ഫുൾ ഒന്നും ആയില്ല. അങ്ങനെ പല കമ്പനികളും നോക്കിയായിരുന്നു സബ് ബ്രാൻഡ് കൊണ്ടുള്ള പരിപാടി, പക്ഷെ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് ഗതി പിടിച്ചില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും ഡൈഹാറ്റ്സുവിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഡൈഹാറ്റ്സുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികളിലുള്ള വ്യത്യാസം, അതായത് അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്ന വണ്ടികൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റി ആയാലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ശരിക്കും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വണ്ടികളിൽ ഈ പറയുന്ന അത്രയും സേഫ്റ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ടെസ്റ്റിങ്ങിലൂടെ തന്നെ മനസ്സിലായതാണ്. ക്രാഷ് ടെസ്റ്റിന് അയക്കുന്ന വണ്ടികളുടെ കൂടുതൽ സേഫ്റ്റി, അതുപോലെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വണ്ടികളുടെ കുറഞ്ഞ സേഫ്റ്റി. ഓക്കെ, അതിൽ ടൊയോട്ട അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ 3 വണ്ടികൾ, അതായത് ഹൈലക്സ്, പിന്നെ ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റ മാത്രമേ ഉള്ളൂ. ഹൈക്രോസിൽ ഇൻവോൾവ് അല്ല. ഈ 3 വണ്ടികളുടെയും പ്രൊഡക്ഷൻ ജാനുവരി 29 ടൊയോട്ട നിർത്തിയായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഫെബ്രുവരി 8 ഈ വണ്ടികൾ പിന്നെയും ഷിപ്മെൻ്റൊക്കെ ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വിൽക്കാനുള്ള ഒഫീഷ്യൽ ഓർഡറും വന്നിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, പ്രശ്നം ഇവരുടെ ഡീസൽ എൻജിൻസിനാണ്. ഡീസൽ എൻജിൻസിൻ്റെ റിലയബിലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ ജപ്പാനിൽ ടൊയോട്ട ഇൻഡസ്ട്രീസ് ഉണ്ട്, അതായത് ടിക്കോ എന്ന് പറയും, ടൊയോട്ട ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഈ ഒരു സ്ഥാപനമാണ് ടൊയോട്ടയുടെ ഡീസൽ എൻജിൻസോ അല്ലെങ്കിൽ എൻജിൻസോ ഒക്കെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. TMC ആ എൻജിൻസ് എടുക്കുന്നു, അതായത് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ആ എൻജിൻസ് എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ജപ്പാനിൽ സ്പെഷ്യലായിട്ട് ഫോം ചെയ്ത ഒരു കമ്മിറ്റി ടൊയോട്ടയുടെ ഈ പറയുന്ന ടിക്കോ എന്ന് പറയുന്ന സ്ഥാപനം വിസിറ്റ് ചെയ്ത് അവരുടെ എൻജിൻസൊക്കെ ഒരു ടെസ്റ്റ് അണ്ടർഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൊയോട്ട ക്ലെയിം ചെയ്യുന്ന പവറും അതുപോലെ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടികളിലെ പവറും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഇവർ ഡൈനോ ചെയ്യാനായിട്ട് എടുക്കുന്ന വണ്ടികളുടെ പവർ കുറച്ച് കൂടുതലായിരിക്കും. അത് ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകുമെന്നും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വണ്ടികളിലെ പവർ അവർ ഡൈനോ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതുമാണ് ആ ഒരു സ്പെഷ്യൽ കമ്മിറ്റി കണ്ടുപിടിച്ച കാര്യം. ഇത് റിലേറ്റഡ് ആയിട്ട് പിന്നെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്ന 3 എൻജിൻസിലാണ്. 1GD, 2GD, F33A എന്ന് പറയുന്ന 3 എൻജിൻസിലാണ് ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ F33A എന്ന് പറയുന്ന ഡീസൽ എൻജിൻ നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്നില്ല, അത് പുറത്തൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ 1GD, 2GD ഡീസൽ എൻജിൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. 1GD എന്ന് പറഞ്ഞ ഫോർച്യൂണറിലും ഹൈലക്സിലും ഉപയോഗിക്കുന്ന 2.8 ഡീസലാണ്. ആൻഡ് 2GD എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റയിൽ ഉപയോഗിക്കുന്ന 2.4 ഡീസലാണ്. ഈ വണ്ടികളിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് ഈ 3 എൻജിൻസ് ഉള്ള നമുക്ക് ഇന്ത്യയിലുള്ള 3 വണ്ടികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആയിരുന്നു അവർ ഡിസ്പാച്ച് ഒന്ന് നിർത്തി വെച്ചിരുന്നത്. ഇതിപ്പം ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ടൊയോട്ട പറയുമല്ലോ, അവർക്ക് വണ്ടികൾ വിൽക്കണമെങ്കിൽ തീർച്ചയായും അതിന് ഷിപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പവറിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് റെഗുലേഷൻസ് മീറ്റ് ചെയ്യുന്നതിനും ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം 2023 ഇടയ്ക്ക് വെച്ച് ടൊയോട്ട ഇന്നോവ, ക്രിസ്റ്റയുടെ ഒക്കെ പ്രൊഡക്ഷൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ അല്ല, അവർ ഡെലിവറിയാണ് സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഫോർച്യൂണറിൻ്റെ ഡെലിവറിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞ വർഷവും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം വീണ്ടും ഇതുപോലെ തന്നെ റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്നിരിക്കുകയാണ്. ഇതിലും പക്ഷേ മെയിനായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ആ ഒരു പവറിൻ്റെ കേസാണ്. ഇതിൽ ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, പവർ കർവിൽ വരുന്ന ഡിഫറൻസ് ആണ്, അല്ലാതെ ശരിക്കും പവറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്ന ഫിഗറിൽ വെച്ച് നോക്കുമ്പം റിയൽ ലൈഫിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എത്രയാണ് വ്യത്യാസം എന്നവർ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും നമുക്കൊരു 3-4 bhpയുടെ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം പറയാൻ പറ്റുമായിരിക്കും. അത് റിയൽ ലൈഫിലെങ്കിലും ഓടിക്കുമ്പോൾ ഫീൽ ചെയ്ത് കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് പറയുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണല്ലോ. നിങ്ങൾ ചിലപ്പോൾ മൈലേജിൻ്റെ എക്സാമ്പിൾ പറയായിരിക്കും, പക്ഷേ മൈലേജിൻ്റെ എക്സാമ്പിൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അത് കമ്പനി ക്ലെയിം ചെയ്യുന്നതല്ല അവർ പറയുന്നത്, പുറത്തുള്ള ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ARA പോലുള്ള കമ്പനികളാണ്, അതായത് ഓർഗനൈസേഷൻസാണ് ഇന്ത്യയിലെ ആ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യുന്നത്. പുറത്തൊക്കെ ആണെങ്കിൽ WLTP ഒക്കെ ഉണ്ട്, പിന്നെ MIDC ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അങ്ങനെ കുറേ സൈക്കിൾസ് ഉണ്ട് ഈ മൈലേജും സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ. അവർ മൈലേജ് അല്ല മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, വേറെ പല കാര്യങ്ങളുമാണ്. പക്ഷേ അവരെ കൊണ്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്
ഓടിക്കുന്നു എന്നേ ഉള്ളൂ അണ്ടർ ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഈ ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന മൈലേജും അതുപോലെ വികളുടെയൊക്കെ വികളുടെ റേഞ്ചാണ് ഏറ്റവും കോമഡി. അവർ 300-400 ഒക്കെ പറയും, കിട്ടുന്നത് 200 ആയിരിക്കും. ഓക്കെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വണ്ടികളുടെ മൈലേജ് നമുക്ക് പിന്നെയും ഹൈവേയിലൊക്കെ ഭയങ്കര ലൈറ്റ് ഫുട്ടിൽ ഓടിക്കുകയാണെങ്കിൽ കുറേയൊക്കെ അച്ചീവബിൾ ആണെന്ന് പറയാം. ഇവരിപ്പം 25 പറയുകയാണെങ്കിൽ നമുക്ക് 20ൻ്റെ അടുത്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കിട്ടും. പക്ഷേ ഇലക്ട്രിക് വണ്ടികളുടെ റേഞ്ച് അങ്ങനെയല്ല. എനിവേ, ഇത് പക്ഷേ പവറിൻ്റെ കാര്യം ഇവർ വേറെ പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതല്ല, അതൊക്കെ കമ്പനികൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇനി ഇവർ ഫാക്ടറി ഡിസ്പാച്ച് 29 ജാനുവരിക്ക് നിർത്തിയെങ്കിലും കുറേ വണ്ടികളൊക്കെ ഓൾറെഡി ഡീലർഷിപ്പുകളിലൊക്കെ എത്തിക്കിടക്കുന്നുണ്ടായിരുന്നു ഡെലിവറിക്ക് പോകാനായിട്ട്. പക്ഷേ ടൊയോട്ട ആയതുകൊണ്ട് തന്നെ അവരിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ടാണ് വണ്ടി കൊടുത്തത്. അതായത് കൊടുക്കാണ്ടിരുന്നില്ല, അവരുടെ മെയിനായിട്ടുള്ള ഡിസ്പാച്ച് നിന്നെങ്കിൽ പോലും. പക്ഷേ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങളുടെ വണ്ടികളുടെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്ച്വലി അത് പലരും ഉണ്ടാവില്ല. നമ്മളിപ്പം ഇവരുടെ ഈ പവറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന എൻജിൻസ് ഉള്ള വണ്ടികൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും അതിന് വേറെ രീതിയിലുള്ള ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ടൊയോട്ടയുടെ പേരിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. എഗെയിൻ ഹൈക്രോസിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം എൻ്റെ അകത്ത് ഡീസൽ എഞ്ചിൻ ഇല്ല. ഈ പറയുന്ന 3 ഡീസൽ എഞ്ചിൻസിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അകത്ത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതിപ്പോൾ ഹൈബ്രിഡിലും സ്ട്രോങ് ഹൈബ്രിഡിലും TNGA സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിവേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഈ പറയുന്ന 3 വണ്ടികളൊക്കെ വാങ്ങാൻ പറ്റും, യാതൊരു ഇഷ്യൂ ഇല്ല. കുറച്ച് കാലത്തേക്ക് മാത്രമേ അവർ നിർത്തി എന്നേ ഉള്ളൂ. എന്തായാലും ഗൈസ്, ഈ ഒരു ഇഷ്യൂയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ ചെയ്യാം. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ന്യൂസ് വന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇതെന്താണ് സംഭവം, ബ്രോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തേക്കാന്ന്. കാരണം ഷോർട്സിൽ ഞാനിപ്പോൾ 20-25 സെക്കൻഡിൽ ജസ്റ്റ് കാര്യം മാത്രമേ പറയുള്ളൂ. അതിൻ്റെ അകത്ത് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട സമയം നമുക്കില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഷോർട്ടായിട്ട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തായാലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.